നേരെ പോകുന്നു ഷാങ്ഹായ് ഉച്ചകോടിയിലേക്ക്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഭീകരവാദത്തിനെതിരെ ആഞ്ഞടിച്ചു നരേന്ദ്രമോദി. ഭീകരവാദത്തിന്റെ ഇരയാണ് ഇന്ത്യയെന്നും 4 ദശകമായി ഭീകരവാദം കൊണ്ട് ബുദ്ധിമുട്ടുകയാണെന്നും മോദി പറഞ്ഞു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വേദിയിലിരിക്കെ പഹൽഗാം ആക്രമണവും മോദി എടുത്തു പറഞ്ഞു. हमें स्वीकार्य हो सकता है। एक्सेलेंसी, हमें स्पष्ट रूप से और एक स्वर में कहना होगा कि आतंकवाद पर कोई भी डबल स्टैंडर्ड स्वीकार्य नहीं होंगे। അതേസമയം നരേന്ദ്രമോദി വ്ളാദിമിർ പുടിൻ നിർണായക കൂടിക്കാഴ്ച ഉടൻ നടക്കും. അമേരിക്കയുടെ പ്രതികാര ചുങ്കം, റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. പുടിനെ കാണുന്നത് എപ്പോഴും ആഹ്ലാദമെന്ന് മോദി എക്സിൽ കുറിച്ചു. വിവരങ്ങളുമായി ആതിര സരസ്വതാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. ആതിര, എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ മോദി പുടിൻ കൂടിക്കാഴ്ചയ്ക്കായാണ്. അതിനു മുമ്പ് പാകിസ്ഥാനെ വേദിയിലിരുത്തിക്കൊണ്ടുള്ള മോദിയുടെ വിമർശനം, ഭീകരവാദത്തിനെതിരായ പരാമർശങ്ങൾ, അതിപ്പോൾ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ആ വേദിയിൽ പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി? തീർച്ചയായും ലക്ഷ്മി, കൃത്യമായ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു വയ്ക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. SCO ഉച്ചകോടിയുടെ പ്ലീനറി സെക്ഷനിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവിടെയാണ് ഇത്തരത്തിൽ കൃത്യമായ നിലപാട് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. പഹൽഗാം ആക്രമണവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വേദിയിലിരിക്കെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു നിലപാട് പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഏറ്റവും കൂടുതൽ ചൈനയും പാകിസ്ഥാനും സുഹൃത്തുക്കളാണ്. പഹൽഗാം ആക്രമണം നടന്നപ്പോഴും അവർ ഉപയോഗിച്ച മിക്ക ആയുധങ്ങളും ചൈനയുടെ ഭാഗത്തു നിന്നുള്ളതായിരുന്നു. ചൈനീസ് മണ്ണിൽ പോയി ഇന്ത്യൻ പ്രധാനമന്ത്രി പാക്കിനെതിരെ സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ കൃത്യമായ നിലപാടും വ്യക്തതയുമാണ് അതിലൂടെ മനസ്സിലാക്കുന്നത്. ഇന്ത്യ ഒരു വെല്ലുവിളികളെയും ഭയക്കുന്ന ഒരു രാജ്യമല്ലെന്ന് നരേന്ദ്രമോദി ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ പറഞ്ഞു വെക്കുകയാണ്. പഹൽഗാം ആക്രമണം ഉന്നയിച്ച് അദ്ദേഹം സംസാരിച്ചത് ഇങ്ങനെയാണ്: ഭീകരവാദത്തിനെതിരെ ഉറച്ച നിലപാട് എടുക്കണം. സമാധാനത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഭീകരവാദം. പാകിസ്ഥാനെ പരോക്ഷമായാണ് വിമർശിച്ചിരിക്കുന്നത്. ചില രാഷ്ട്രങ്ങൾ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഭീകരവാദത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അൽഖ്വയ്ദയും അനുബന്ധ ഭീകര സംഘടനകളെയും നേരിടാൻ മുൻനിരയിൽ തന്നെ ഇന്ത്യ ഉണ്ടായിരുന്നു. അവർക്കെതിരായ പോരാട്ടത്തിന് ഇന്ത്യ നേതൃത്വം നൽകിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നു. അതുപോലെ തന്നെ ഒരു രീതിയിലും തീവ്രവാദത്തെ തങ്ങൾ ആകില്ലെന്ന് പ്രധാനമന്ത്രി പറയുകയാണ്. 20ഓളം ലോകരാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന വേദി, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇരിക്കുന്ന വേദി, അവിടെയാണ് ഇത്തരം വാക്കുകളും ഇത്തരം നിലപാടുകളും പ്രധാനമന്ത്രി പറയുന്നത്. അതിലൂടെ അമേരിക്കയ്ക്ക് കൂടിയുള്ള ഒരു മറുപടിയായിട്ട് ഇതിനെ കാണണം. കാരണം അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനോട് അടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങൾക്കിടെ ഇത്തരം മറുപടി നൽകുമ്പോൾ അത് അമേരിക്കയ്ക്ക് കൂടെയുള്ള ഒരു പരോക്ഷ വിമർശനമായും പരോക്ഷ മറുപടിയായും ഇതിനെ നോക്കി കാണേണ്ടിയിരിക്കുന്നു ലക്ഷ്മി. ഇനി നമ്മൾ ഉറ്റുനോക്കാൻ പോകുന്ന ഒരു കാര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ചർച്ചയ്ക്കാണ്. അത് അല്പസമയത്തിനകം തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഷീ ജിൻപിങ്ങും മോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചൈനയും ഇന്ത്യയും തമ്മിൽ അടുക്കുന്നതിന് ഒരു മാതൃകയായിരുന്നു നമ്മൾ ആ കൂടിക്കാഴ്ചയിലൂടെ കണ്ടിരുന്നത്. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തികം കൊണ്ടും ജനസംഖ്യ കൊണ്ടും വലിയ രാഷ്ട്രങ്ങൾ ആണ് ഇന്ത്യയും ചൈനയും. അവർക്കൊപ്പം യൂറോപ്യൻ കൺട്രിയായ റഷ്യയും കൂടെ ഒന്നിക്കുമ്പോൾ ഒരു പുതിയ വിദേശ നയം രൂപപ്പെടുന്നു. ഭൗമ രാഷ്ട്രീയത്തിൽ തന്നെ പുതിയൊരു ചേരി വഴിത്തിരിയുന്നു. അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്ക് ഇതൊരു വലിയ വെല്ലുവിളിയാകുമോ എന്നതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നെന്ന് ആരോപിച്ചാണ് ഇന്ത്യക്ക് അധിക തീരുവ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താകും ഈ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കും എടുക്കുക എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങളുമായി പുറത്തേക്ക് വാർത്തകൾ വരുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തരം കരാറുകളിലേക്കൊക്കെ പോകുവാനുള്ള
നടത്താനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ടോ? പ്രധാനമായും ഈ പറഞ്ഞ പോലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് അമേരിക്ക ഇന്ത്യയെ ശത്രുവായി പ്രഖ്യാപിച്ച് ഈ പകരച്ചുങ്കം അതൊരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇരു രാജ്യങ്ങളിലെയും തലവന്മാർ തമ്മിൽ നേരിൽ കാണുമ്പോൾ അതിന് എന്തെങ്കിലും തരം പരിഹാരങ്ങൾ, എന്തെങ്കിലും തരം കരാറുകൾ, പദ്ധതികൾ അതൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ടോ? എന്താണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ആദ്യമായിട്ടാണ് ഇവർ നേരിട്ട് ഒരു ചർച്ചയിലേക്ക് നീങ്ങുന്നതെങ്കിലും പലപ്പോഴും ഈ തീരുവ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്ന ശേഷവും പല തവണയായിട്ട് റഷ്യയും ഇന്ത്യയും തമ്മിൽ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അതായത് പുടിൻ പലപ്പോഴായി മോദിയുമായി ഫോണിൽ സംവദിച്ചിട്ടുണ്ടായിരുന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതുമാത്രമല്ല, ഡിസംബറിൽ പുടിൻ ഇന്ത്യ സന്ദർശിക്കാനിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. പുടിൻ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്ക ചുമത്തിയ അധിക തീരുവയെ പറ്റിയുള്ള ഒരു ചർച്ച ഇവർക്കിടയിൽ കാണുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ റഷ്യയെ എണ്ണ വാങ്ങി ഇന്ത്യ സപ്പോർട്ട് ചെയ്താണ് യുക്രൈനെതിരെയുള്ള യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആരോപണമായിരുന്നു ട്രംപ് പലപ്പോഴായി ഉയർത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയെങ്കിൽ ഇവർ ഈ ഒരുമിച്ച് ഇരുന്ന് ചർച്ച ചെയ്ത് എന്തെങ്കിലും ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, ഇനി നീങ്ങുക ഒരു ത്രിരാഷ്ട്ര കക്ഷിയായിട്ടായിരിക്കും. ഇന്ത്യയും ചൈനയും അതുപോലെ തന്നെ റഷ്യയുമായിട്ടായിരിക്കും നീങ്ങുക. അമേരിക്കയ്ക്ക് അതൊരു വലിയ വെല്ലുവിളിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ത്യയും ചൈനയും റഷ്യയും വലിയ ഒരു വിപണിയാണ്. അമേരിക്കയെ സംബന്ധിച്ച് 35 കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ വിപണിയും ഇത്രയും വലിയ ഒരു രാഷ്ട്രങ്ങൾക്കൊപ്പം ഇന്ത്യ ചേരുമ്പോൾ അതെത്ര നാളാണ് ഈ ഒരു തീരുവ ഭീഷണി മുന്നോട്ട് ട്രംപിന് കൊണ്ടുപോകാൻ കഴിയുക എന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അപ്പീൽ കോടതിയും ട്രംപിന്റെ വിധിക്കെതിരെ രംഗത്തെത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഇനി ചർച്ചയിൽ എന്തൊക്കെയായിരിക്കും മുന്നോട്ട് വരാൻ പോകുകയെന്ന് വെച്ചാൽ പ്രധാനമായും ഈ തീരുവ റഷ്യയും ഇന്ത്യയും തമ്മിൽ ചർച്ച ചെയ്യാൻ പോവുക ഈ തീരുവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ വ്യാപാരം, നയതന്ത്രമുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. നമ്മുടെ പ്രധാനപ്പെട്ട പല മിസൈലുകൾ ഉൾപ്പെടെ റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ്. അത്തരം ഉള്ള ചർച്ചകളൊക്കെ ഇതിന്റെ ഭാഗമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ലക്ഷ്മി, ലോകം ഉറ്റുനോക്കുകയാണ് ആ ഇരു രാഷ്ട്ര തലവന്മാരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കായി. ഏതായാലും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പാകിസ്ഥാന് കണക്കിന് കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇനി ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ, അതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്, അതാണ് ഇനി അറിയേണ്ടത്. ആതിര സരസ്വതാണ് വിവരങ്ങൾ പങ്കുവച്ചത്.